നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ KCBയുടെ ലോഡ് അപ്ഡേഷനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇപ്പോൾ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ വീഡിയോയിൽ നിരവധി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് കമൻറ്റുകൾ അയച്ചപ്പോൾ കുറേ പേര് നമുക്ക് വിമർശനവും അതുപോലെ തന്നെ അവർക്ക് വളരെയധികം രൂക്ഷമായ കമൻറ്റുകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്നും കാര്യമാക്കുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നത് KCBയുടെ 5 കിലോ വാട്ടിൽ അല്ലെങ്കിൽ 5000 വാട്ട്സിൽ കൂടുതൽ നിങ്ങൾ വൈദ്യുതി നിങ്ങളുടെ കണക്ടർ ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ KCBയിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ചെയ്യാത്ത പക്ഷം വലിയൊരു പിഴ നിങ്ങൾ കൊടുക്കേണ്ടി വരും. വിജിലൻസിൻ്റെ KCBയുടെ ആൻറ്റി പവർ തെഫ്റ്റ് കോഡ് അഥവാ വിജിലൻസ് വിഭാഗം കേരളത്തിൽ ഇപ്പോൾ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിരവധി പേരെ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നപ്പോൾ വലിയ തുക നിങ്ങൾ പിഴയായിട്ട് നൽകേണ്ടി വരും. അതാണ് നമ്മൾ ആ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരും ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു, ഞാൻ KCBക്ക് പണം നൽകുന്നില്ലേ, പിന്നെന്തിനാണ് ഇങ്ങനൊരു പരിശോധന, അതിൻ്റെ പിഴ എന്താണെന്നുള്ളത്. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ KCBയിൽ പുതിയ കണക്ഷൻ എടുക്കാൻ നേരത്ത് ഇലക്ട്രീഷ്യന്മാർ വീടിൻ്റെ കണക്ടർ ലോഡും നമ്മളെ വീട്ടിൽ എത്ര പവർ പ്ലഗുകളുണ്ട്, എത്ര പോയിന്റുകളുണ്ട്, ഇവയെല്ലാം വെച്ചുകൊണ്ട് ഒരു കണക്ക് കൊടുക്കും KCBക്ക്. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു പടം വരച്ച് വീടിൻ്റെ പ്ലാനും എല്ലാം കൂടെ ആയിട്ട് KCBക്ക് ഒരു പേപ്പർ കൊടുക്കും. ഈ പേപ്പർ 5000 വാട്ട്സിൽ താഴെയായിരിക്കും ആദ്യം കൊടുക്കുന്നത്. അതായത് സിംഗിൾ ഫേസ് കണക്ഷന് എടുക്കാൻ നേരത്ത് 5000 വാട്ട്സിൽ താഴെയായിരിക്കും ലോഡ് കാണിച്ചുകൊണ്ടായിരിക്കും KCBക്ക് പേപ്പർ കൊടുക്കുന്നത്. തുടർന്ന് നമ്മൾ വീടിൻ്റെ കൃതാമസമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പല ഉപകരണങ്ങൾ മേടിച്ച് വെക്കും. AC, അതുപോലെ ഇൻഡക്ഷൻ കുക്കർ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ വരുമ്പം ഇത് 5000 വാട്ട്സിന് മേളിലോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. ഈ കണക്ടർ ലോഡ് എന്ന് പറയുന്നത് KCB പറഞ്ഞിരിക്കുന്നത് 5000 വാട്ട്സിൽ താഴെ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ സിംഗിൾ ഫേസ് കണക്ഷനിൽ. 3 ഫേസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10000 വാട്ട്സിൽ താഴെ ഉപയോഗിക്കാൻ അനുമതിയുള്ളൂ. അതായത് 5000 വാട്ട്സിന് മേളിലോട്ടുള്ളവരെല്ലാം 3 ഫേസ് കണക്ഷനിലോട്ട് മാറണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ മിക്ക വീടുകളും 5000-നും 10000-നും മുകളിലാണ് കണക്ടർ ലോഡ്, അതായത് വാട്ട്സ് കറണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബില്ല് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഇത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഉണ്ടല്ലോ, ഇങ്ങനെ ഓവറായിട്ട് എടുക്കുന്ന കറണ്ടിന് നമുക്ക് പ്രശ്നമുണ്ട്. അതായത് ഓരോ ട്രാൻസ്ഫോമറിനും ഓരോ കപ്പാസിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് അവരത് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം 5000 വാട്ട്സിൻ്റെ ഇത്ര വീടുകളുണ്ട്, അതുപോലെ തന്നെ 5000 വാട്ട്സിന് മേളിലോട്ട് ഇത്ര വീടുകളുണ്ടെന്നുള്ളതിൻ്റെ ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് KCB ഓരോ ട്രാൻസ്ഫോമറും ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനും പരിധി കടന്നു കഴിയുമ്പോൾ ഈ ട്രാൻസ്ഫോമറുകൾ കംപ്ലൈൻ്റ് ആവുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീഡിയോയിൽ നമ്മളിങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ അതിനെതിരായിട്ടാണ് ഒത്തിരി പേര് വിമർശനങ്ങളുമായിട്ടും ഒക്കെ വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇത് KCBയുടെ പ്രശ്നമല്ല, ഇത് വീട്ടുകാരുടെ പ്രശ്നമാണ്. നമ്മളാണ് ഇതിനകത്ത് മാറ്റം വരുത്തേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് പിഴ ഈടാക്കുന്നത്. എന്തുകൊണ്ടാണ് പിഴ വരുന്നതെന്നുള്ളത് നമുക്കൊരു ഉദാഹരണ സഹിതം നോക്കാം. അതായത് നിങ്ങളൊരു 2 വീലർ വാങ്ങി, ആ 2 വീലർ വാങ്ങിയ സമയത്ത് അല്ലെങ്കിൽ മോട്ടോർ വാഹന വെഹിക്കിൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ആ 2 വീലറിൽ 2 പേരെ യാത്ര ചെയ്യാനുള്ള അനുവാദമാണുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയെയും കൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് അനുവാദമുള്ളപ്പോൾ നിങ്ങൾ അതിൽ 4ഉം 5ഉം പേരെ വെച്ച് ഈ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ മോട്ടോർ വാഹന വെഹിക്കിൾ പിടിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും. അത് നിങ്ങൾ ബൈക്ക് വാങ്ങിയതിനല്ല നിങ്ങളെ പിഴ ഈടാക്കുന്നത്, നിങ്ങളിൽ ഓവറായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നതിലും കൂടുതൽ കപ്പാസിറ്റിയിൽ കൂടുതൽ ആൾക്കാരെ അതിൽ കയറ്റിയത് കൊണ്ടാണ്. അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ 5000 വാട്ട്സിൽ താഴെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞെടുത്ത കണക്ഷന് നിങ്ങൾ അതിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. അതാണ് നമ്മൾ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 5000-ന് മേളിലോട്ടുള്ളവരെല്ലാം 3 ഫേസ് കണക്ഷനിലോട്ട് മാറുകയും അതുപോലെ തന്നെ 10 kV അതായത് 10000 വാട്ട്സിന് മേളിൽ ഉപയോഗിക്കുന്നവരെല്ലാം സ്വന്തമായിട്ട് വീട്ടിൽ അവനവൻ്റെ കാശ് മുടക്കി ട്രാൻസ്ഫോമർ വെക്കുകയും ചെയ്യണം. 10000 വാട്ട്സിന് മേളിലോട്ട് ഉപയോഗിക്കുന്നവർ. ഇത് KCBയുടെ നിയമമാണ്. ഇങ്ങനെ വെച്ചിരിക്കുന്ന വീടുകളുമുണ്ട്, വെക്കാത്ത വീടുകളുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കമൻറ്റിൽ ഒരു പാർട്ടി മെസ്സേജ് ചോദിച്ചായിരുന്നു, ആ വീട്ടിൽ 6 AC ഉണ്ട്, അതുപോലെ ഇൻഡക്ഷൻ കുക്കറുണ്ട്, എല്ലാ സാധനങ്ങളും ആ വീട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് 3 ഫേസ് കണക്ഷനാണ്. അവർ ശരിക്കും എടുക്കേണ്ടത് ട്രാൻസ്ഫോമർ വെച്ച് ആ വീട്ടിൽ കണക്ഷൻ എടുക്കേണ്ട അവസ്ഥയായിരുന്നു ഉള്ളത്. അവരും ഇതറിയാതെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ KCBക്ക് ഇപ്പം ട്രാൻസ്ഫോമർ കംപ്ലൈൻറ്റും അതുപോലെ തന്നെ ഓവറായിട്ട് ട്രിപ്പായി പോകുന്നത്, നിങ്ങളുടെ വോൾട്ടേജിൻ്റെ വ്യത്യാസം വരുന്നത്.
നമ്മളെല്ലാം സിംഗിൾ കണക്ഷൻ എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ മേടിച്ചു വെക്കും. പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കാനുള്ള വോൾട്ടേജ് നമുക്കില്ലാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എ സി ഒക്കെ വെക്കുന്ന വീടുകളിൽ വൻ തുക 19,000 20,000 ഒക്കെ ബില്ല് വരുന്നത്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് സിംഗിൾ ഫേസിലാണ് കിടക്കുന്നത്. അത് 3 ഫേസിലോട്ട് അവർ മാറിയിട്ടില്ല. ഈ കണക്ടർ ലോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് നിങ്ങളുടെ വീട്ടിലെ എ സി, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, വാഷിംഗ് മെഷീൻ, പോട്ടി ഇവയെല്ലാം കൂടെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു വലിയൊരു പവർ ആവശ്യമാണ്. ഈ പവർ KCBയുടെ ലൈനിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങൾക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വയറിംഗ് സംവിധാനങ്ങൾക്ക് അവയെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ താങ്ങാനുള്ള ശേഷിയാണ് ഈ നമ്മൾ പറയുന്ന കണക്ടർ ലോഡ് എന്ന് പറയുന്നത്. ആ ഒരു വയറിംഗ് സിസ്റ്റത്തിന് അത് താങ്ങാനുള്ള പവർ ഉണ്ടോ എന്ന് നോക്കണം, അല്ലെ ഒരു ശേഷി വേണം. ആ ഒരു ശേഷിയാണ് നമ്മൾ കണക്ടർ ലോഡ് എന്ന് പറയുന്നത്. ആ ശേഷി ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് വീട്ടിലെ വയറിംഗ് സാധനങ്ങൾ കത്തിപ്പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ DV ബോർഡിൻ്റെ അകത്തുനിന്ന് മീറ്ററിലോട്ട് വലിച്ചിരിക്കുന്ന ലീഡ് വയർ, ഈ ലീഡ് വയറിനൊക്കെ ഇത്ര കപ്പാസിറ്റി വേണമെന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ ചുമ്മാ ഒക്കെ വലിച്ചു കഴിയുമ്പോൾ ഓവറായിട്ട് ഇത് ചൂടാവുകയും അതുപോലെ തന്നെ ഓവറായിട്ട് ഇത് കറണ്ട് വലിച്ചെടുക്കുകയും ചെയ്യും. അതായത് AC ഒക്കെ മേടിച്ച് വീട്ടിൽ വെക്കുമ്പോൾ തന്നെ അതിന് കറക്റ്റായിട്ടുള്ള വോൾട്ടേജ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കും. KCBയുടെ നിന്ന് കറണ്ട് വലിച്ചെടുക്കാനുള്ള ശ്രമം, അത് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കറണ്ട് വലിച്ചെടുക്കും. ഈ ഇല്ലാത്ത കറണ്ടിനെ വലിച്ചെടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കൂടുതലായിട്ട് എനർജി ആവശ്യമായിട്ട് വരും. അതായത് ശരിയായ രീതിയിൽ വോൾട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ AC തണുക്കുമായിരിക്കും. അപ്പോൾ വോൾട്ടേജ് കുറഞ്ഞത് വലിച്ചെടുക്കുന്ന സമയത്ത് ഇത് കൂടുതൽ സമയമെടുത്ത് AC നിങ്ങളുടെ റൂമുകളെ കൂളിംഗ് ആക്കുന്നത്. അപ്പോൾ കൂടുതൽ കറണ്ട് അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഈ ഒരു കാര്യം, ഇതിനെക്കുറിച്ച് ശരിക്കും ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ നിരവധി പേര് ഇതിൻ്റെ കമൻറ്റ് എഴുതി, മോശമായ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സംശയങ്ങളും ഒത്തിരി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സോളാർ വെക്കുന്നതിനെക്കുറിച്ചും ഉണ്ടായിരുന്നു. സോളാർ വെക്കുന്നവരും ഈ ഒരു അപ്ഡേഷൻ ചെയ്യണം. സോളാർ ഞാൻ പറഞ്ഞില്ലേ, KCBക്ക് കറണ്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ KCBക്ക് കറണ്ട് കൊടുത്തിട്ട് നിങ്ങളുടെ ബില്ലിൽ അത് കുറച്ച് തരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഒരു അപ്ഡേഷൻ ചെയ്തിരിക്കണം. അല്ലാതെ ഇപ്പം ബാറ്ററി ഉപയോഗിച്ച് KCBയുടെ കണക്ഷൻ യാതൊന്നും എടുക്കാതെ നിങ്ങൾ സോളാർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. KCBയുടെ കണക്ഷൻ ആ വീട്ടിലില്ല. അല്ലാത്തവരെല്ലാം തന്നെ KCBയിൽ ഈ ഒരു അപ്ഡേഷൻ ചെയ്തിരിക്കണം. അതായത് ഒരു ലൈസൻസ് ഉള്ള ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടെ നിങ്ങളുടെ വീട്ടിലെ കണക്ടർ ലോഡ് ശരിയായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യണം നിങ്ങൾ KCBയിൽ. അതുവഴി അവർക്കും അതിൻ്റെ പ്രയോജനമുണ്ട്. അത് കണക്ടർ ലോഡ് കൂടുതലാകുമ്പോഴത്തേന് അവരും ട്രാൻസ്ഫോമറുകൾ മാറി വെക്കാനും അതിൻ്റെ വേണ്ട ക്രമീകരണങ്ങൾ അവരും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്കും അത് പ്രയോജനമാണ്. അല്ലാതെ ഇപ്പം ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ ഉള്ള എല്ലാ വീടുകളിലും ഇപ്പം AC-യും വലിയ വലിയ വീടുകളെല്ലാം പണിയുന്നത് പണ്ട് കിടക്കുന്ന കണക്ഷനിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞുള്ളൂ. അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാ വെച്ചാൽ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് ആർക്കും അതിനോട് താല്പര്യമില്ല. അതേസമയം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരുന്നെങ്കിൽ അവർക്കത് കുഴപ്പമില്ല. ഇപ്പം നമ്മളാണ് തെറ്റുകാരെന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാർ തന്നെ അത് വിമർശിച്ചതിൻ്റെ കാര്യം. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ്. ഇതിൽ നിന്നുള്ള പിഴ നിങ്ങൾക്കും വരും. വിജിലൻസിൻ്റെ ഒരു അന്വേഷണം വീടുകൾ തോറും വരുന്നുണ്ട്. ഈ ആദ്യം ഞാൻ പറഞ്ഞില്ല, വലിയ വീടുകളൊക്കെയാണ് അവർ തപ്പിച്ചെല്ലുന്നത്. കൂടുതലും AC കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവരെ എല്ലാം തപ്പിച്ചെന്നാൽ അവരത് പിടിച്ച് വലിയൊരു തുക അവർ പിഴ ഈടാക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ അടുക്കോട്ടും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിലൂടെ അത് പറഞ്ഞത്. പിന്നെ പലരും കമൻറ്റിലൂടെ പറഞ്ഞായിരുന്നു, നമ്മളുടെ വീട്ടിൽ ഇതുപോലെ AC സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുമെന്ന് KCB മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ നേരത്തെ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇട്ടായിരുന്നു. അവരൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിലെ AC, ഫ്രിഡ്ജ് അല്ലെ വാഷിംഗ് മെഷീൻ ഇവയെല്ലാം മേടിച്ച് നമ്മൾ വെക്കുമെന്ന് അവർ മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളത് ഭാവിയിൽ നിങ്ങൾക്ക് പണം ലഭിച്ചപ്പോഴത്തേന് നിങ്ങളത് സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. ഇപ്പം പണം ഉള്ളതുകൊണ്ടാണല്ലോ, പൈസ ഉള്ളത് കൊണ്ടാണല്ലോ AC സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കുന്നത്. അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ചു വെക്കുമ്പോൾ നിങ്ങളുടെ KCBയിൽ ഇങ്ങനൊരു അപ്ഡേഷനും കൂടെ ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ പഴയ സിസ്റ്റത്തിൽ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ എക്സ്ട്രാ പിഴയും വരും. ഇപ്പം പുതിയ KCBയുടെ മീറ്റർ വരുന്നുണ്ട്, വീടുകളിലെല്ലാം വെക്കാൻ വേണ്ടി പോവുകയാണ്. ഈ മീറ്റർ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ ഒരു കളികളും നടക്കത്തില്ല. പിന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ സിംഗിൾ ഫേസിൽ നിന്ന് 3 ഫേസിലോട്ടോ അല്ലെങ്കിൽ 3 ഫേസിൽ നിന്ന് പിന്നെ 10 kV മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ട്രാൻസ്ഫോമർ വരെ വീട്ടിൽ വെക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ വീട് പണിത് ഇതുപോലെ സാധനങ്ങൾ മേടിച്ച് വെക്കുന്നവർ ഈ ഒരു കാര്യം കൂടെ ചിന്തിക്കുക. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വിജിലൻസിൻ്റെ വിഭാഗം പരിശോധന വന്നില്ലെങ്കിൽ പുതിയ മീറ്റർ വരുമ്പോൾ ഇവർക്കെല്ലാം പണി കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് വെച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗം മാത്രമേ അവർ ബില്ലായിട്ട് വരുന്നുള്ളൂ.
പിന്നെ ഇതിന്റെ കണക്ടർ ലോഡും കൂടെ ഇതിനകത്ത് കയറി വരുന്നുണ്ട്. അതിന് അനുവദിച്ചിരിക്കുന്ന 5 kV ഉള്ളെങ്കിൽ ആ 5 kV പിന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതിൽ കൂടുതൽ പിന്നീട് പുതിയ മീറ്റർ വരുമ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോഴേ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിലെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൂടെ വെച്ച് ഒരു കണക്ടർ ലോഡ് KCBയിൽ ഒരു ഇലക്ട്രീഷ്യന്റെ സഹായത്തോടെ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ സിംഗിൾ ഫേസിൽ കിടക്കുന്നത് 3 ഫേസിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലൈൻ ഇല്ലെങ്കിലും നിങ്ങളത് 3 ഫേസിലോട്ട് മാറ്റിയിട്ടിട്ട് KCBയിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടേക്ക്. എന്തെങ്കിലും വലിയ ലൈൻ വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ചിലപ്പം 3 ഫേസ് ലൈനും കിട്ടും, കൂടുതൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് പ്രശ്നമില്ലാതെയും കിടക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതിൻ്റെ ബാക്കിയായിട്ടൊരു നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചേർത്തുകൊണ്ടൊരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. പിന്നെ വേറെ കാര്യം കൂടെ, KCBയിലെ ഉദ്യോഗസ്ഥരാണെങ്കിലും കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്ന് നമ്മളെ വളരെയധികം മോശമായിട്ട് കുറേ കമൻറ്റുകളൊക്കെ ഇട്ടായിരുന്നു. അവർ കൈക്കൂലി വാങ്ങുന്നതിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ പറയേണ്ട കാര്യമില്ല, ഈ കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ വീഡിയോയിൽ അതിന് ഉൾപ്പെടുത്തിയെന്നും പറഞ്ഞുകൊണ്ട് അത് അവരാരും മോശമായിട്ട് നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. അവർ എന്നെ യൂണിയനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനൊക്കെ നോക്കി. പക്ഷെ അതിലൊന്നും നമുക്ക് യാതൊരു പ്രശ്നമില്ല. എന്നാന്ന് വെച്ചാൽ നമ്മളുള്ള കാര്യം, നാട്ടിൽ നടക്കുന്ന സാധാരണപ്പെട്ടവനെ നടക്കുന്ന സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കൂടുതലും ചെയ്യുന്നത്. അതിനെതിരായിട്ട് ആരും പ്രവർത്തിച്ചിട്ടോ അല്ലെ പെരുമാറിയിട്ടോ കാര്യമില്ല. പറയേണ്ട കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും.